പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്താകമാനം റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. റേഷൻ വിതരണത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തുടങ്ങുന്നു. മാത്രമല്ല, പണമായി തുക എത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളും ആധാറുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് എല്ലാ മാസങ്ങളിലും റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ അല്ലെങ്കിൽ 31-ാം തീയതി വരെയുള്ള സമയത്ത് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ഇതിൽ മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകൾക്ക് കൂടുതലായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. അതിൻ്റെ പുറകെ നീല, വെള്ള കാർഡ് ഉടമകൾക്കും കുറവായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. റേഷൻ വിതരണ രംഗത്ത് വമ്പൻ വിപ്ലവത്തിനൊരുങ്ങുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാർ. ഇതിൻ്റെ റിപ്പോർട്ടുകളാണ് വരുന്നത്. റേഷൻ കടകൾ വഴി അരിയും ഗോതമ്പും വാങ്ങുന്നതിന് പകരം അതിൻ്റെ വിഹിതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമായി നൽകുന്ന പുതിയ നിയമം വരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SBIയുമായി സഹകരിച്ച് ഇ-റുപ്പി ഡിജിറ്റൽ വൗച്ചർ വഴിയാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുക. ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യം വേണോ അതോ പണം വേണോ എന്ന് ഇനി സ്വയം തീരുമാനിക്കാം എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത. മാത്രവുമല്ല, ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ കാര്യത്തിൽ റേഷൻ രംഗത്ത് അഴിമതിയും കരിഞ്ചന്തയും പൂർണ്ണമായും തുടച്ചു നീക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ ചണ്ഡീഗഡ്, പുതുച്ചേരി, ഭദ്രാനഗർ ഹവേലി എന്നിവിടങ്ങളിലും മഹാരാഷ്ട്രയിലെ ചില ഭാഗങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. റേഷൻ വിഹിതം തട്ടിയെടുക്കുന്ന ഇടനിലക്കാരെയും കരിഞ്ചന്തക്കാരെയും തുരത്താൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പരീക്ഷണഘട്ടത്തിൽ തന്നെ 76,363 വ്യാജ റേഷൻ കാർഡുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഇതൊരു വലിയ മറ്റുള്ള രീതിയിലേക്ക് പൂർണ്ണ അളവിലേക്ക് എത്തിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ രാജ്യത്തിൻ്റെ സമ്പത്ത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു എന്ന് സർക്കാർ ഉറപ്പാക്കുന്നു. ഈ സംവിധാന പ്രകാരം ഓരോ മാസവും റേഷൻ കാർഡ് ഉടമകളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു പ്രത്യേക വൗച്ചർ എത്തും. കുടുംബാംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് 500 രൂപയോ 1000 രൂപയോ അതിൽ കൂടുതലോ വൗച്ചറായിട്ട് ലഭിക്കും. ഈ വൗച്ചർ ഉപയോഗിച്ച് റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം, അല്ലെങ്കിൽ അത് പണമാക്കി മാറ്റി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്വീകരിക്കാം. പൂർണ്ണമായും സുതാര്യമായ ഈ സംവിധാനം പാവപ്പെട്ടവരുടെ സ്വയം പര്യാപ്തതയ്ക്ക് കരുത്തേകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, നമുക്ക് ആധാർ കാർഡുണ്ട്. ആധാർ കാർഡുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ രാജ്യത്ത് ഏകദേശം 2.5 കോടിയോളം ആധാർ കാർഡ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അസാധുവാക്കിയിരിക്കുകയാണ്. കാരണം അത് മരണപ്പെട്ടു പോയ ആളുകളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് വീണ്ടും ക്ഷേമ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നടപടിക്ക് പിന്നിലെ കാര്യം. മാത്രമല്ല, ഇപ്പോൾ ഇതിനു വേണ്ടി തന്നെ പുതിയ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു നേട്ടം കൂടി. നമുക്കറിയാം, എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കും ആധാർ കാർഡാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒന്ന്. ഇത് നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അത് ആരുടെയെങ്കിലും സാധാരണക്കാരായിട്ടുള്ള പ്രശ്നക്കാരായിട്ടുള്ള ആളുകളുടേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നങ്ങൾ ഉളവാക്കും എന്നുള്ളതാണ് ഈ ഒരു നടപടിയിലേക്ക് പോകുവാനുണ്ടായ കാരണം. അപ്പോൾ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്തു.